ഗുഡ് ഈവനിങ് all of you. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുള്ള ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റിന്റെ പോർഷനാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നത് കൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നണില്ല. അപ്പൊ നമുക്ക് കുറച്ച് തിയറട്ടിക്കൽ കാര്യങ്ങൾ പറയാം. ഓക്കെ, കുറച്ച് തിയറട്ടിക്കൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, what is an experimental design? Design of experiment means how to design an experiment in the sense that how the observations or measurements should be obtained to answer a query in a valid, efficient and economical way. അതായത് ഒരു എക്സ്പെരിമെന്റിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റ് എങ്ങനെ ഡിസൈൻ ചെയ്യണം. അതായത് നമുക്കൊരു ക്വയറി ഉണ്ട്, അതിനൊരു ആൻസർ വേണം. അത് വളരെ വാലിഡ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് എക്കണോമിക്കൽ വേയിൽ അതിന്റെ ആൻസർ വേണം. എക്കണോമിക്കൽ വേ ഇൻ ദ സെൻസ് കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്കൊരു എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്യണം. അതിനെയാണ് എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. സോ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും, ആ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് എന്ത് വേണം, ഒരു ഡിസിഷൻ എടുക്കണം. ഓക്കെ, ഇനി ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് കുറച്ച് ഡിസൈൻസ് പഠിക്കാനുള്ളതാണ്. CRD, RBD, LSD. ഓക്കെ, അത് നമുക്ക് ആവശ്യമാണ്. അതിന് മുന്നേ കുറച്ച് ഇൻട്രൊഡക്ഷൻസ് നോക്കണം. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് ടേം ആണ് എക്സ്പെരിമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ എക്സ്പെരിമെന്റൽ യൂണിറ്റ് ഏതാണ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാം. So for conducting an experiment, the experimental material is divided into smaller parts and each part is referred to as an experimental unit. അതായത് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, എൻറ്റയർ എക്സ്പെരിമെന്റൽ യൂണിറ്റിനെ സ്മോളർ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ പാർട്ടിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, എക്സ്പെരിമെന്റൽ യൂണിറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഫാമിംഗ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ആ ഓലോവോ ലാൻഡിനെ ഞാൻ ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് തിരിക്കും. ശരിയല്ലേ? അപ്പൊ ഓരോ പ്ലോട്ടും എൻ്റെ എക്സ്പെരിമെന്റൽ യൂണിറ്റ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോവിഡ് വളരെ അധികം സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഡിസീസാണ് കോവിഡ് എന്ന് പറയുന്നത്. അപ്പൊ കോവിഡിന്റെ സമയത്ത് വാക്സിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വാക്സിൻസ് എങ്ങനെയാണ് നമുക്ക് എടുക്കുക? ഒരു ദിവസം രാവിലെ ഒരു വാക്സിൻ ഫോം ചെയ്തു, അതൊരു ഹ്യൂമൻ ബീങ്ങിൽ ഇഞ്ചക്ട് ചെയ്തു, അങ്ങനെയല്ലല്ലോ. ഈ വാക്സിൻ സക്സസ് ആവുമോ എന്ന് അറിയണം, അല്ലേ? കോവിഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, ഇത് ഏതെങ്കിലുമൊക്കെ എക്സ്പെരിമെന്റൽ യൂണിറ്റുകളിൽ അപ്ലൈ ചെയ്ത് നോക്കും. ചിലപ്പോൾ ഒരു റാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മങ്കി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹ്യൂമൻ ബീയിങ്സിലായിരിക്കാം, വോട്ടെവർ. എവിടെയെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം, എന്നിട്ടാണ് നമ്മളൊരു ഡിസിഷൻ ഫോം ചെയ്യുക. സോ ഇതൊക്കെ എക്സ്പെരിമെന്റൽ യൂണിറ്റുകളാണ്. ഇനി ട്രീറ്റ്മെന്റ്, ഡിഫറെന്റ് ഓബ്ജക്ട്സ് ഓർ പ്രൊസീജിയേഴ്സ് വിച്ച് ആർ ടു ബി കമ്പയർഡ്. കമ്പയർ ചെയ്യാൻ എന്താണോ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്, ആ ഓബ്ജക്റ്റിനെയാണ് ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ തന്നെ വാക്സിന്റെ കാര്യം പറഞ്ഞു. ഏത് വാക്സിൻ ആണ് ബെറ്റർ എന്നറിയണമെങ്കിൽ ആ വാക്സിൻ ആണ് കമ്പയർ ചെയ്ത് നോക്കേണ്ടത്. സോ വാക്സിൻ ഇസ് എ ട്രീറ്റ്മെന്റ്. അതുപോലെ ഒരു ഫാം ചെയ്യുന്ന സമയത്ത് ഒരു ഫെർട്ടിലൈസർ നല്ലതാണോ നോക്കണം. സോ ആ ഫെർട്ടിലൈസർ എന്താണ്, ഒരു ട്രീറ്റ്മെന്റ് ആണ്. നൗ ബ്ലോക്ക്, എ ഗ്രൂപ്പ് ഓഫ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് വിച്ച് ആർ ഹോമോജനസ്. അതായത് കുറെ പ്ലോട്ടുകൾ ഉണ്ടല്ലോ, ഈ പ്ലോട്ടുകളിൽ ഹോമോജനസ് ആയിട്ടുള്ളവയെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അതിനെയാണ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഇനി ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്. One of the main objectives of designing in an experiment is how to verify the hypothesis in an efficient and economical way. നമ്മളത് ഓൾറെഡി പറഞ്ഞു. വളരെ എഫിഷ്യന്റ് ആയിട്ട് വാലിഡ് ആയിട്ട് എക്കണോമിക്കലി ഒരു ഹൈപ്പോത്തസിസ് വെരിഫൈ ചെയ്യുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യുന്നു. അപ്പൊ അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം, വിച്ച് ഇസ് ദ നൾ ഹൈപ്പോത്തസിസ് ഓഫ് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്. ദാറ്റ് ഇസ് ദ ഇക്വാലിറ്റി ഓഫ് സെവറൽ മീൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻസ് ഹാവിംഗ് ദ സെയിം വേരിയൻസ്. ഒരേ വേരിയൻസ് ഉള്ള നോർമൽ പോപ്പുലേഷൻസിന്റെ മീൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഈക്വൽ ആണോ എന്നുള്ളതാണ് നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടുന്ന് ആ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്, അങ്ങനെ ചോദിച്ചു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസൈൻസിലേക്ക് പോകുന്നതിന് മുന്നേ പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഒരു എക്സ്പെരിമെന്റൽ ഡിസൈനിൽ ഒരു എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? 1. റാൻഡമൈസേഷൻ.
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് വളരെ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിന്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്. ആ പോയിന്റ്സ് അങ്ങ് പഠിക്കാം. ഫസ്റ്റ് വൺ, റാൻഡമൈസേഷൻ ഉദ്ദേശിക്കുന്നത് ദ അലോക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്സ് ടു ദ എക്സ്പെരിമെന്റൽ യൂണിറ്റ്സ് അറ്റ് റാൻഡം. വളരെ റാൻഡം ആയിട്ട് എക്സ്പെരിമെന്റൽ യൂണിറ്റുകൾ അലോക്കേറ്റ് ചെയ്യാം പ്ലോട്ടുകളിലേക്ക്. ആ എക്സ്പെരിമെന്റൽ യൂണിറ്റ് ടു എക്സ്പെരിമെന്റൽ യൂണിറ്റുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റാൻഡം ആയിട്ട് ട്രീറ്റ്മെന്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് റാൻഡമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഹെൽപ്സ് ടു അവോയ്ഡ് എനി ബയാസ് ഇൻ ദ എക്സ്പെരിമെന്റ് റിസൾട്ടിംഗ് ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് സം എക്സ്ട്രേനിയസ് അൺനോൺ ഫാക്ടേഴ്സ് ദാറ്റ് മേ അഫക്ട് ദ എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റിനെ അഫക്ട് ചെയ്യാവുന്ന ഒരുപാട് എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാനായിട്ട് ഇങ്ങനെ റാൻഡം ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറ്റും. അതായത് ബയാസ് കുറയ്ക്കാൻ പറ്റും റാൻഡം ആയിട്ട്. അതായത് അപ്പോൾ റാൻഡം ആയിട്ട് ചെയ്യുമ്പോൾ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലാൻഡിന്റെ എല്ലാ ഭാഗത്തും എല്ലാ ട്രീറ്റ്മെന്റുകളും എത്തുകയും ചെയ്യും. സോ ദെയർബൈ വി ക്യാൻ അവോയ്ഡ് എനി ബയാസ് ഇൻ ദ എക്സ്പെരിമെന്റ്. ബയാസ് കുറയ്ക്കാൻ പറ്റും. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ആൻ എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റിന്റെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈക്വൽ ടു ദ സം ഓഫ് ദ റെപ്ലിക്കേറ്റ്സ് ഓഫ് ഓൾ ദ ട്രീറ്റ്മെന്റ് സെലക്ടഡ്. ആ നമ്പർ ഓഫ് റെപ്ലിക്കേഷൻ, സം ഓഫ് റെപ്ലിക്കേഷൻ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ദ റെപ്ലിക്കേറ്റ് ഓഫ് ഓൾ ദ ട്രീറ്റ്മെന്റ്സ്. അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇനി റാൻഡമൈസേഷൻ മേക്സ് ദ എക്സ്പെരിമെന്റ് ഫ്രീ ഫ്രം എനി സിസ്റ്റമാറ്റിക് ഇൻഫ്ലുവൻസസ് ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റിന്റെ സിസ്റ്റമാറ്റിക് ഇൻഫ്ലുവൻസസ് ഒഴിവാക്കാനായിട്ട് റാൻഡമൈസേഷൻ കൊണ്ട് പറ്റും. ഓക്കെ, സിസ്റ്റമാറ്റിക് ഇൻഫ്ലുവൻസ്, അതായത് എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാവുമല്ലോ. ദാറ്റ് വി ഡിഡ്ന്റ് കൺട്രോൾ. നമുക്ക് ഹ്യൂമൻ ബീങ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടറുകളെയാണ് നമ്മൾ എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ പോയിന്റ്, റാൻഡമൈസേഷൻ മേക്സ് ദ എക്സ്പെരിമെന്റ് ഫ്രീ ഫ്രം എനി സിസ്റ്റമാറ്റിക് ഇൻഫ്ലുവൻസസ്. സിസ്റ്റമാറ്റിക് ഇൻഫ്ലുവൻസസ് ഒഴിവാക്കി തരുന്നു. Then randomization may be considered a device to effectively makes the experimental errors independent. Experimental errors independent ആക്കാനും റാൻഡമൈസേഷൻ ഹെൽപ്പ് ചെയ്യും. അതെന്താന്ന് മനസ്സിലാവാത്ത ആൾക്കാർക്ക് അതെന്താന്ന് ഞാൻ റെപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതാണ് റാൻഡമൈസേഷൻ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഇത് ഇത്രയും ഓർത്ത് വയ്ക്കുക കീ പോയിന്റ്സ്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് റെപ്ലിക്കേഷൻ. Any treatment is repeated a number of times to obtain a valid and more reliable estimate than which is possible with one observation only. അതായത് നമ്മളിപ്പോൾ റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റാൻഡം ആയിട്ട് അപ്ലൈ ചെയ്യുന്നു. ഇനി റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നു. എന്താണോ എനിക്ക് കമ്പയർ ചെയ്യേണ്ട ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റിനെ വീണ്ടും വീണ്ടും അലോക്കേറ്റ് ചെയ്യുന്നു. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അലോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ? Thereby we can increase the precision of an experiment. ആ എക്സ്പെരിമെന്റിന്റെ പ്രിസിഷൻ കൂട്ടാൻ പറ്റും. ഇനി പ്രിസിഷൻ കൂടുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൂടുന്നത് കൊണ്ടാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം ഈ പ്രിസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? വേരിയബിലിറ്റി കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്താണെന്നറിയോ? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന സമയത്ത്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറയാറുണ്ട് സാമ്പിൾ മീൻ, ദാറ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക് അല്ലെ? എക്സ് ബാർ ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണ്. ആ എക്സ് ബാറിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് സിഗ്മ ബൈ റൂട്ട് എൻ ആണ് അല്ലെ? സിഗ്മ ബൈ റൂട്ട് എൻ ആണ്, അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ ബൈ എൻ ആണ്. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്, സാമ്പിൾ സൈസ് കൂടുമ്പോ, അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ ബൈ എൻ എന്ന് എടുക്കാം, സാമ്പിൾ സൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റാൻഡേർഡ് എറർ എന്താവും? കുറയും, വേരിയബിലിറ്റി കുറയും. സോ ഇതാണ് അവിടുത്തെ ഒരു തിയറി എന്ന് പറയുന്നത്. എവിടെയാണെങ്കിലും സാമ്പിൾ സൈസ് കൂടുമ്പോൾ വേരിയബിലിറ്റി കുറയും. സോ സാമ്പിൾ സൈസ് കൂടുമ്പോൾ വേരിയബിലിറ്റി കുറയുന്നത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? അവിടെ പ്രിസിഷൻ കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ റെപ്ലിക്കേഷൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിടുക. അപ്പൊ അവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് കൂടുകയാണ്. അപ്പൊ എന്താ? അവിടെ വേരിയബിലിറ്റി കുറയുകയാണ്, പ്രിസിഷൻ കൂടുകയാണ്. ഇനി റെപ്ലിക്കേഷനിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെരിമെന്റൽ എററിനെ ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റും. റാൻഡമൈസേഷൻ പോലെ തന്നെ വിച്ച് ഓൾസോ എഫക്റ്റീവ്ലി
മെയിൻറ്റെയിൻ എക്സ്പെരിമെന്റൽ എറേഴ്സ് ഇൻഡിപെൻഡന്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനാലിസിസ് ഓഫ് വേരിയൻസിൽ ഒരു ഡേറ്റയുടെ അനാലിസിസ് ഓഫ് വേരിയൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ് എറേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുള്ളത്. അത് ഓർത്തു വെച്ചോളുക. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്വസ്റ്റൻ ആയിട്ട് കണ്ടിട്ടുള്ളതാണ്. എക്സ്പെരിമെന്റൽ എറേഴ്സ് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. എക്സ്പെരിമെന്റൽ എറേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇനിയിപ്പോ ഒരിടത്ത് എക്സ്പെരിമെന്റൽ എറർ ഇൻഡിപെൻഡന്റ് അല്ല എന്ന് വിചാരിക്കുക, അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ഈ എഫ് ടെസ്റ്റ് ആണല്ലോ നമ്മൾ അനാലിസിസ് ഓഫ് വേരിയൻസിൽ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ്, പിന്നെ ടി ടെസ്റ്റും ഒന്നും വാലിഡ് അല്ലാതെയാവും. അപ്പോൾ അത് ഓർത്തു വെച്ചോളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പെരിമെന്റൽ എറേഴ്സ് ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഈ എഫ് ടെസ്റ്റും ടി ടെസ്റ്റും ഒക്കെ വയലേറ്റ് ചെയ്യും, അതായത് വാലിഡ് അല്ലാതെയാവും. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിന് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു റാൻഡമൈസേഷനും റെപ്ലിക്കേഷനും ചെയ്തിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പെരിമെന്റൽ എറേഴ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിർത്താൻ പറ്റും. അപ്പൊ അത് രണ്ടും ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് വയ്ക്കുക. അത് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. Then local control. A device used to maintain greater homogeneity of experimental units within a block of an experiment or as a whole. അതായത് ലോക്കൽ കൺട്രോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എൻറ്റയർ എക്സ്പെരിമെന്റൽ യൂണിറ്റ് ഹെട്രോജീനസ് ആണെന്ന് വിചാരിക്കാം. ഹെട്രോജീനസ് ആവുന്ന സമയത്ത് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹെട്രോജീനസ് എക്സ്പെരിമെന്റൽ യൂണിറ്റുകളെ ഹോമോജീനസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്കൽ കൺട്രോൾ ഉപയോഗിക്കുന്നത്. Okay. The replication is used with the local control to reduce the experimental error. അപ്പൊ നമ്മൾ ലോക്കൽ കൺട്രോളിന്റെ കൂടെ റെപ്ലിക്കേഷനും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ്പെരിമെന്റൽ എറേഴ്സ് കുറയ്ക്കാൻ പറ്റും. Then local control is meant to make design more efficient. ലോക്കൽ കൺട്രോൾ ഡിസൈൻ വളരെ എഫിഷ്യന്റ് ആണ്. പിന്നെ ലോക്കൽ കൺട്രോൾ എല്ലാ ഡിസൈനും ഒന്നും ആവശ്യമില്ല. അതൊക്കെ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളാണ്. അത് അടുത്ത ക്ലാസ്സിലായിട്ട് വരും. ഓക്കെ, ഇനി ഇത്രയും ഭാഗത്ത് നിന്ന് ഇനി ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ എക്സ്പെരിമെന്റൽ എറർ എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റൽ എറർ എന്ന് പറയുന്നത് ദ എറർ കോസ്ഡ് ബൈ ദ എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സ് വിച്ച് ആർ ബിയോണ്ട് ദ ഹ്യൂമൻ കൺട്രോൾ. നമ്മുടെ ഹ്യൂമൻ കൺട്രോളിന് പുറത്ത് വരുന്ന എക്സ്ട്രേനിയസ് ഫാക്ടേഴ്സ് കാരണം സംഭവിക്കുന്ന എററുകളെയാണ് എക്സ്പെരിമെന്റൽ എറർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഫ്ലഡ് വരുന്നു, അത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ കൺട്രോളിലല്ല, പെട്ടെന്നുള്ളൊരു കൺട്രോളിലല്ല. അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രേനിയസ് സോഴ്സ് ഓഫ് ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന എററുകളെയാണ് എക്സ്പെരിമെന്റൽ എററുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ഇനി ഇത്രയും പോയിന്റ്സ് വെച്ചിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. Which of the following is not a principle of experimental design? Randomization, replication, blocking, stratification. The answer is obviously stratification. Option D ആണ് ആൻസർ. കാര്യം നമുക്ക് മൂന്ന് എക്സ്പെരിമെന്റൽ പ്രിൻസിപ്പിൾസ് ആണുള്ളത്. റാൻഡമൈസേഷൻ, റെപ്ലിക്കേഷൻ, ലോക്കൽ കൺട്രോൾ. ഈ ലോക്കൽ കൺട്രോളിന്റെ മറ്റൊരു പേരാണ് ബ്ലോക്കിംഗ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ്, നോട്ട് എ പ്രിൻസിപ്പിൾ എന്നാണ്. അപ്പൊ സ്ട്രാറ്റിഫിക്കേഷൻ. സെക്കൻഡ് വൺ, റാൻഡമൈസേഷൻ ഇൻ ആൻ എക്സ്പെരിമെന്റ് ഹെൽപ്സ് ടു. ഫസ്റ്റ് ഓപ്ഷൻ. Replication in an experiment design, randomization in an experiment helps to eliminate bias, ensure treatment effects are not confounded, increase efficiency, both A and B. Randomization എന്തിനൊക്കെ സഹായിക്കും? Both A and B ആണ്. ബയാസ് എലിമിനേറ്റ് ചെയ്യും, അത് നമ്മൾ ഓൾറെഡി ആ പോയിന്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ബയാസ് എലിമിനേറ്റ് ചെയ്യും. എൻഷുർ ട്രീറ്റ്മെന്റ് എഫക്ട്സ് ആർ നോട്ട് കൺഫൗണ്ടഡ്. അത് ഞാൻ ആ പോയിന്റ് ആയിട്ട് എഴുതിയിട്ടില്ല, പക്ഷെ ചിന്തിച്ച് നോക്കിയാൽ മതി. എന്താ എൻഷുർ ട്രീറ്റ്മെന്റ് എഫക്ട് ആർ നോട്ട് കൺഫൗണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിന്റെ എഫക്ട് നോട്ട് മിക്സ്ഡ് അപ്പ് വിത്ത് അതർ എഫക്ട് ഓഫ് വേരിയബിൾ. ബാക്കിയുള്ള വേരിയബിളിന്റെ എഫക്റ്റുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല. കാരണം ബിക്കോസ് നമ്മൾ റാൻഡം ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കൺഫൗണ്ടഡ് എന്ന് ഉദ്ദേശിക്കുന്നത് തമ്മിൽ മിക്സ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോ അത് എൻഷുർ ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് എഫക്റ്റുകൾ പരസ്പരം മിക്സ്ഡ് അപ്പ് ആവുന്നില്ല. ഇത് റാൻഡമൈസേഷൻ. അപ്പോൾ ബോത്ത് എ ആൻഡ് ബി. ആൻസർ ഡി ആണ്, ബോത്ത് എ ആൻഡ് ബി. അത് ഓർത്തേക്കാം. Replication in experimental design is important because it allows for estimation of experimental error.
It increases the precision of the experiment. It helps in generalizing the result. So obviously all of the above ആണ് ആൻസർ. നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നോക്കിയാലും മതി. ഇറ്റ് അലൗസ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് എക്സ്പെരിമെന്റൽ എറർ. എക്സ്പെരിമെന്റൽ എററിനെ പറ്റി നമ്മൾ റിപ്ലിക്കേഷന്റെ സമയത്തും പറഞ്ഞു. അപ്പൊ അത് എന്തായാലും ഉണ്ട്. ഇൻക്രീസ് ദ പ്രിസിഷൻ ഓഫ് ദ എക്സ്പെരിമെന്റ്. അത് നമ്മൾ എടുത്തു പറഞ്ഞു റിപ്ലിക്കേഷന്റെ സമയത്ത്. അപ്പൊ എന്തായാലും ഓപ്ഷൻ ബി കളയാൻ പറ്റില്ല. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ജനറലൈസിങ് ദ റിസൾട്ട്. റിസൾട്ടുകൾ ജനറലൈസ് ചെയ്യാൻ പറ്റും. അതിനാണല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നും വരും ഓൾ ഓഫ് ദ. ഇനി നമ്പർ ഓഫ് റെപ്ലിക്കേഷൻസ് ഇൻ ആൻ എക്സ്പെരിമെന്റ് ഇസ് ബേസ്ഡ് ഓൺ. റെപ്ലിക്കേഷന്റെ നമ്പർ എന്തിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും? ഒന്ന്, നമുക്ക് വേണ്ടുന്ന പ്രിസിഷൻ. ഒബ്വിയസ്ലി നമുക്ക് എത്രത്തോളം പ്രിസിഷൻ വേണ്ടോ അത്രത്തോളം റെപ്ലിക്കേഷൻ കൂട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്, നമ്പർ ഓഫ് റെപ്ലിക്കേഷൻസ് കൂടുമ്പോ പ്രിസിഷൻ കൂടും. അപ്പൊ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ ഒബ്വിയസ്ലി എ വരും. രണ്ട്, എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ അവൈലബിൾ. പിന്നെ മെറ്റീരിയൽ നോക്കണം. നമുക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽ എത്രയുണ്ടോ അത്രയല്ലേ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അത് കളയാൻ പറ്റില്ല. ഹെട്രോജെനിറ്റി ഓഫ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ. ഹെട്രോജീനിറ്റി നോക്കുക എക്സ്പെരിമെന്റൽ മെറ്റീരിയലിന്റെ. അത് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ ഓൾ ഓഫ് ദ എബോ. ഇനി ഇത് ആൻസർ ഓൾ ഓഫ് ദ എബോ. ഇനി ഇത് മൂന്നും അല്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് റെപ്ലിക്കേഷനെ എഫക്ട് ചെയ്യുന്നത്. സൈസ് ഓഫ് ദ എക്സ്പെരിമെന്റൽ യൂണിറ്റ്. നമ്മുടെ കയ്യിലുള്ള എക്സ്പെരിമെന്റൽ യൂണിറ്റിന്റെ സൈസും കൂടെ നോക്കണം. ആ സൈസിനനുസരിച്ചല്ലേ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട്, കോസ്റ്റ് ഓഫ് എക്സ്പെരിമെന്റൽ യൂണിറ്റ്. തന്നേക്കുന്ന നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണെങ്കിൽ അതിനനുസരിച്ചല്ലേ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റൂ, അത് നോക്കണം. ദെൻ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ്. എത്ര നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ് ഉണ്ടെന്ന് നോക്കൂ. ഒരു 10 ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ 1000 തവണ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതും കൂടിയൊക്കെ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ, പ്രിസിഷൻ റിക്വയർഡ്, എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ അവൈലബിൾ, കോസ്റ്റ് ഓഫ് ദാറ്റ് എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ, സൈസ് ഓഫ് ദ എക്സ്പെരിമെന്റൽ യൂണിറ്റ്, നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ്സ്, ഹെട്രോജീനിറ്റി. ഇങ്ങനെ ഒരുപാട് ഫാക്ടറുകൾ നമ്പർ ഓഫ് റെപ്ലിക്കേഷനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്ലൈഡിൽ എഴുതിയിട്ടില്ല. അപ്പൊ അതൊന്ന് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കാം. അപ്പോഴത്തേക്ക് സെക്കൻഡ് പാർട്ടുമായിട്ട് വരാം. ഓക്കെ, സോ മാക്സിമം തിയറി പാർട്ട് കേട്ടിട്ട് പ്രോബ്ലത്തിലേക്ക് വരാം. ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.